2025 നടക്കാൻ പോകുന്ന LSS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് 25 MCQ മോഡൽ ക്വസ്റ്റ്യൻസ് അടങ്ങിയിരിക്കുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. പുതിയ 50 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതാണ്? ഓപ്ഷൻസ്: സൂര്യക്ഷേത്രം, കൊണാർക്ക്, ചെങ്കോട്ട, ഹംപിയിലെ രഥശില്പം, സാഞ്ചി സ്തൂപം. ഉത്തരം ഹംപിയിലെ രഥശില്പം. അടുത്തത്, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടി റെക്കോർഡ് കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം. ഓപ്ഷൻസ്: മേരി കോം, കവിത കോയത്ത്, സോണിയ ചാഹൽ, സ്വീറ്റി ബുറ. ഉത്തരം മേരി കോം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ഗ്രാമപഞ്ചായത്ത്. ഓപ്ഷൻസ്: വളപട്ടണം, കുമളി, മടിക്കൈ, ഏലപ്പാറ. ഉത്തരം കുമളി. ദ ചൈൽഡ് ഇൻ ദ പോം വിഷ്ഡ് ടു ഗിവ് എ കിസ് ടു ഡാഷ്. ക്ലൗഡ്, മൂൺ, സൺ, സ്കൈ. ഉത്തരം സൺ ആണ്. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻസ്: കാർ, സ്കൂട്ടർ, ജീപ്പ്, ബോട്ട്. ആൻസർ ബോട്ട്. പിരിച്ചെഴുതാം. തെളിഞ്ഞോളങ്ങൾ. തെളിഞ്ഞ് അധികം ഓളങ്ങൾ, തെളി അധികം ഇഞ്ഞ് അധികം ഓളങ്ങൾ, തെളിഞ്ഞോ അധികം ഓളങ്ങൾ, തെളി അധികം ഓളങ്ങൾ. ഉത്തരം തെളിഞ്ഞ് അധികം ഓളങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മേഘം എന്ന പദത്തിൻ്റെ സമാന പദമായി വരാത്തത് ഏതാണ്? ഓപ്ഷൻസ്: വാരിതം, ഘനം, പതംഗം, മുകിൽ. ഉത്തരം പതംഗം. വായിച്ച എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വർദ്ധിച്ച, വൃക്ഷം, അഴകുള്ള, ഭൂമി. ഉത്തരം വർദ്ധിച്ച എന്നതാണ്. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 216 കിട്ടി. ആ സംഖ്യയെ 6 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? ഓപ്ഷൻസ്: 184, 144, 124, 134. ഉത്തരം 144. 44നെ 12 കൊണ്ട് ഗുണിക്കാൻ 44നെ 2 കൊണ്ട് ഗുണിച്ച ശേഷം എത്ര കൂടി കൂട്ടണം? 44, 440, 400, 420. ഉത്തരം 440 ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്, കോഴിക്കോട്, തിരുവനന്തപുരം, കാസർഗോഡ്. ഉത്തരം കോഴിക്കോട്. അതിവർഷം ഫെബ്രുവരി ആദ്യ തീയതിയും അവസാന തീയതിയും ഒരേ ദിവസമായിരിക്കും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. തെറ്റാണ്? അറിയത്തില്ല. ഉത്തരം ശരിയാണ്. 2 സംഖ്യകളുടെ തുക 50 ആണ്. അതിൻ്റെ വ്യത്യാസം 10 ആയാൽ സംഖ്യകൾ ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: 30, 20, 30, 30, 20, 20, 20, 39. ഉത്തരം 30, 20 ആണ്. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സംഖ്യകളുടെ തുക x + y = 50 ആണ്. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - y = 10 ആണ്. അപ്പോൾ നമുക്ക് ആ 2 ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 2x = 60 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 60 / x = 60 / 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. അപ്പം ഈ എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ x + y = 50 എന്നുള്ള ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം 30 + y = 50. അപ്പം y = 50 - 30. ആൻസർ ഈസ് 20. അപ്പം എക്സും y 2 നമ്പേഴ്സാണ്, 30ഉം 20ഉം. അടുത്ത, ക്ലോക്കിലെ സെക്കൻഡ് സൂചി 3-ൽ നിന്ന് 9-ലേക്ക് എത്തുമ്പോൾ എടുക്കുന്ന സമയം എത്രയാണെന്ന്. 40 സെക്കൻഡ്, 30 സെക്കൻഡ്, 60 സെക്കൻഡ്, 15 സെക്കൻഡ്. ഉത്തരം 30 സെക്കൻഡാണ്.
സമദിൻ്റെ ജന്മദിനത്തിന് 3 ഡസൻ കേക്ക് വിതരണം ചെയ്തു. ഒരു കേക്കിന് 20 രൂപയാണ് വില. എങ്കിൽ ആകെ എത്ര രൂപ ചിലവായി? ഓപ്ഷൻസ് 230, 720, 420, 630. 720 രൂപ ചിലവായി. ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ല ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ. കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ പുഴകളുള്ളത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ വേണ്ടുന്ന സമയം എത്രയാണ്? 7 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ്, 8 സെക്കൻഡ്. ഉത്തരം 8 മിനിറ്റാണ്. ഏറ്റവും വലിയ ഇലയുള്ള സസ്യം ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. വാഴ, താമര, ആനത്താമര, തേക്ക്. ഉത്തരം ആനത്താമര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ അയൽ രാജ്യം അല്ലാത്തത് ഏതാണ്? പാകിസ്ഥാൻ, ഭൂട്ടാൻ, ഇറാൻ, ചൈന. ഉത്തരം ഇറാൻ. താഴെ കൊടുത്തിരിക്കുന്ന ധാര എന്ന പദത്തിൻ്റെ അർത്ഥമായി വരുന്നത് ഏതാണ്? അതിർത്തി, ഒഴുക്ക്, തട്ട്, ഉയർന്നത്. ഉത്തരം ഒഴുക്ക്. കനിവ് എന്ന പദത്തിന് സമാന പദമായി വരാത്തത് ഏതാണ്? ദയ, കരുണ, അനുകമ്പ, ചോരൻ. ഉത്തരം ചോരൻ. പിരിച്ചെഴുതാം. മെലിഞ്ഞുണങ്ങിയ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? മെലിഞ്ഞ് അധികം ഉണങ്ങിയ, മെലിഞ്ഞി അധികം ഉണങ്ങിയ, മെലിഞ്ഞു അധികം ഉണങ്ങിയ, മെലി അധികം ഉണങ്ങിയ. ഉത്തരം മെലിഞ്ഞ് അധികം ഉണങ്ങിയ എന്നതാണ് മെലിഞ്ഞുണങ്ങിയ. പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം, പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും. ഇത് ഏത് കൃതിയിലെ വരികളാണ്? രാമായണം, പൂതപ്പാട്ട്, വളപ്പൊട്ടുകൾ, ഉജ്ജയിനി. ഉത്തരം ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലേതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻസ്: ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഒറീസ, പഞ്ചാബ്. ഉത്തരം പഞ്ചാബാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഒരു കബഡി ടീമിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും? ഓപ്ഷൻസ് 7, 5, 9, 11. കബഡി ടീമിൽ 7 അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ 100 സെഞ്ചുറികൾ നേടിയ താരം ആരാണ്? ഓപ്ഷൻസ്: സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, റിക്കി പോണ്ടിങ്, ബ്രയാൻ ലാറ. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.